നമസ്കാരം ഗൈസ്, വെൽക്കം ടു മൈ അനദർ വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേന് കേരളത്തിൽ. രാവിലെ എനിക്ക് ചായ കുടിച്ച് അപ്പം കഴിച്ച് ഇനി നേരെ ഡൽഹിക്ക്. ഇന്ന് എൻ്റെ ഡൽഹിയിൽ നാളെ രാവിലെ 6:05 എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് 2 മണിക്കെങ്കിലും ഇറങ്ങണം. 4 മണിയാകുമ്പോഴത്തേക്കും കൊച്ചിയിലെത്തണം. അപ്പോൾ ഇവിടുന്ന് 1.5 മണിക്കൂർ 1.25 മണിക്കൂറുണ്ട് നമ്മളുടെ ഡ്രൈവ്. അപ്പോൾ ഇവിടുന്ന് ഊബർ കിട്ടുന്നുണ്ട്. എന്നാലും വി ഡോണ്ട് നോ സംടൈംസ് ഇഫ് ഇറ്റ് ഡസൻറ്റ് കം. ഊബർ കിട്ടിയില്ലെങ്കിൽ പിന്നെ സിസ്റ്റർ എന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ബട്ട് ഐ ഡോണ്ട് വാണ്ട് ഹർ ടു ഡ്രോപ്പ് മീ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾക്ക് തിരിച്ചവിടുന്ന് ഒറ്റയ്ക്ക് വരണം. കുട്ടികളും ഇല്ല ഇപ്പോൾ ഇവിടെ. കുട്ടികളെല്ലാവരും അവരുടെ പഠിപ്പ് കാരണം, ജോലി കാരണം അവർ പോയി. ഇന്നലെ എൻ്റെ നെഫ്യൂ പോയി, മിനിയാന്ന് എൻ്റെ നീസ് പോയി. അപ്പോൾ അവൾ ഒറ്റയ്ക്ക് 2 ചെറിയ കുട്ടികൾ മാത്രമേ ഉള്ളൂ കൂടെ, പിന്നെ ഉമ്മയും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമുക്ക് വേണമെന്ന് തുടങ്ങാം. ഇന്ന് കുറച്ച് എനിക്ക് പെട്ടിയൊക്കെ മേടിക്കണം. കാരണം എൻ്റെ പെട്ടിയുടെ ഹാൻഡിൽ ഉണ്ടല്ലോ, അടിയിലേക്ക് പോകണില്ല. അപ്പോൾ അത് കാരണം ഭയങ്കര പ്രശ്നമായി. കാരണം അത് ഫ്ലൈറ്റിൽ അവർ അത് അടിയിൽ പോയില്ലെങ്കിൽ അത് കയറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പുതിയ പെട്ടി എന്തായാലും മേടിക്കണം. കുറേ നാളെ വിചാരിക്കുന്നത് മേടിക്കണം. അപ്പോൾ നമ്മളിന്ന് ലൂലു പോയിട്ട് അത് മേടിച്ചു കൊണ്ടുവരാം. മോനെ ലൂലു വൈമോളിലെ തിരക്കണ്ട. ആ സൂട്ട് കേസിൻ്റെ ഇടയിൽ നിന്ന് നമ്മളൊരു സൂട്ട് കേസ് എടുത്ത്. ഈ സൂട്ട് കേസ് ഇഷ്ടം പോലെ. പിന്നെ എന്താ പറയുക, യൂട്ടൻസിൽസ്, കിച്ചൺ ഐറ്റംസ്, അങ്ങനെ പല സംഭവങ്ങളിലും ഓഫർ ഉണ്ടെന്ന്. ഗ്യാസ്, കുക്കർ എന്നൊക്കെ പറയുന്നത്. നമ്മളെ ദുബായിലെ ലൂലു ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ആക്ച്വലി 4 ദിവസം ഉണ്ടായത്. 50% ഓഫിന് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ഏത് ഫ്ലോർ നോക്കിയാലും ഒടുക്കത്തെ തിരക്ക്. ഇത് കണ്ടില്ല, ആ ഫ്ലോറിൽ നോക്കിയാൽ ഇതാണ് സംഭവം. നമ്മുടെ എന്താ ഇതിനെ പറഞ്ഞിട്ട് മൗസി ഇതേടാ. മൗസിയുടെ ബനാന അവിൽ മിൽക്ക്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇത് കഴിച്ചിരുന്നു. നമുക്കിത് തിരിച്ച് കഴിക്കാം. ഇവൻ എൻ്റെ മോന് യാവിനും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ബേസിക്കലി അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ ഒരു സൂട്ട് കേസ് മേടിക്കാൻ വന്നാ പോയി. ഞാൻ ഡൽഹിയിൽ നിന്ന് കൊണ്ട സൂട്ട് കേസ് കേടായിപ്പോയി. അപ്പോൾ ബേസിക്കലി ട്രെയിനിലും എനിക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നു. എന്തായാലും മേടിക്കണമായിരുന്നു. അപ്പോൾ ഈ ഓഫറിൽ എനിക്ക് 4000 രൂപയ്ക്ക് 2 പെട്ടി കിട്ടി. കാരണം ഫ്ലൈറ്റിലേക്ക് വേണ്ടി നമ്മൾ ഡൽഹിയിൽ നിന്ന് ഡൽഹിക്ക് പോകുന്നത്. അപ്പോൾ ഫ്ലൈറ്റിൽ ഈ സാധനം ഉണ്ടല്ലോ, ഇത് അടിയിലേക്ക് പോകണ്ടായിരുന്നില്ല. ഈ സാധനം അടിയിലേക്ക് പോകണ്ടായിരുന്നില്ല. അത് കാരണം പ്രശ്നമായി. അപ്പോൾ വന്നിട്ട് ഇവിടെ നമ്മൾ വൈമോളിൽ വന്നിരിക്കുക, തൃപ്രയാർ. അപ്പോൾ അങ്ങനെ പെട്ടി മേടിച്ചു. അപ്പോൾ കുട്ടികൾക്ക് KFC വേണമെന്ന് പറഞ്ഞു. അങ്ങനെ KFC മേടിക്കാനുള്ള ഇതിലുണ്ട്. പിന്നെന്താണ് മൂസി. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മുടെ ഐഷുന് ബനാന മിൽക്ക് ഷേക്ക് കണ്ടതാണ്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി വന്നത്. നമസ്കാരം ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ ലാസ്റ്റ് വ്ളോഗ്. ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. എൻ്റെ കേരള ട്രിപ്പിൻ്റെ വ്ളോഗ് എപ്പോഴും നല്ലൊരു വ്യൂ കിട്ടാറുണ്ട് എനിക്ക്. വിച്ച് ഐ ആം സർപ്രൈസ്. ഐ നോ എവറിബഡി ഈസ് ഫ്രം കേരള. അപ്പോൾ ദേ ലൈക്ക് ഇറ്റ് ഓൾസോ. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ലോട്ട് ഓഫ് പീപ്പിൾ ആർ അപ്രീഷിയേറ്റിംഗ് മൈ കേരള വീഡിയോസ്. അതിനാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടാറ്. അപ്പോൾ എനിവേസ്, ഇന്ന് നമ്മൾ പറഞ്ഞ മാതിരി വൈമോളിൽ വന്നിരിക്കുന്നത്. മറ്റന്നാൾ ഞാൻ തിരിച്ച് ഡൽഹിക്ക് പോകും. പെട്ടി ആവശ്യമായിരുന്നു, പെട്ടി മേടിക്കാൻ വന്നു. ഇതിൽ അവിയലിട്ടുണ്ട് ഇവർ. പിന്നെ പീനട്ട്സാ, കുറച്ച് ക്രഞ്ചിയാണ് ആൻഡ് വെരി റിഫ്രഷിങ്. ഇതിന് കപ്പലണ്ടി ഉണ്ട് തോന്നുന്നു. പൊരിയാവിലാണത്, സാധാ അവിലല്ല. അപ്പം ഡൽഹിയിൽ നിന്ന് വന്നിട്ട് ഞാൻ സെക്കൻഡ് ടൈമാണിത് മൗസിയുടെ അവിൽ മിൽക്ക്, ബനാന അവിൽ മിൽക്ക് കഴിക്കുന്നത്. എൻ്റെ നീസിന് ഇത് ഭയങ്കര ഇഷ്ടത്. ഐഷയ്ക്ക് ഇഷ്ടത് ഒരു തംസപ്പ് ചെയ്ത മൗസി ബനാന അവിൽ മിൽക്കിന് തംസപ്പ് ചെയ്യും. ഐഷയുടെ ഫേവറേറ്റ് എവിടെ വന്നപ്പോൾ വൈമോളിൽ വന്നപ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞ് അവിൽ മിൽക്ക്. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ പ്രൈസ് പറയുന്നത് വെച്ചാൽ ഇത് 30 രൂപയ്ക്ക് അല്ലേ.
അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ ഇപ്പോൾ 55 രൂപയ്ക്കാണ് കിട്ടുന്നത് നമുക്ക്. ഇറ്റ്സ് ക്വൈറ്റ് ബിഗ് ഗ്ലാസ്. പക്ഷേ ഇതിന് ആഡഡ് ഫ്ലേവേഴ്സ് ഐസ്ക്രീമും പിന്നെ പലതും ഇതിൽ അവക്കാഡോ ഇതൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അഡീഷണൽ ചാർജസ് ഉണ്ട്, കോസ്റ്റിംഗ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ മെനു ഉണ്ടല്ലോ, ഞാൻ അവിടെ ചെന്നിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടാണ്. ഇഫ് യു ആർ പ്ലാനിങ് ടു കം ടു തൃപ്രയാർ എനി ടൈം, അല്ലെങ്കിൽ മൗസി അവിൽ മിൽക്ക് ഉള്ള സ്റ്റോൾസ് എവിടെയെങ്കിലും നിങ്ങൾക്ക് തൃശ്ശൂരോ തൃപ്രയാറോ എറണാകുളമോ എവിടെയൊക്കെയാണ്, ഇന്ത്യ, UAE, ഖത്തർ, സൗദി അറേബ്യ. ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇന്ത്യയിൽ എവിടെയെന്ന് എഴുതിയിട്ടില്ല. അതൊരു ഇതാണ്. സോ ഇഫ് യു ഐ ഡോണ്ട് നോ വേർ ഓൾ ഇറ്റ് ഈസ്. പക്ഷേ ഇപ്പോൾ നമ്മൾ മൗസി മിൽക്ക് ബനാന അവിൽ മിൽക്ക് കഴിക്കണമെന്ന് പറഞ്ഞാൽ തൃപ്രയാർ മോർണിംഗിന്, തൃപ്രയാർ വൈ മോളിന്. സോ ഇഫ് യു ഫൈൻഡ് ഇറ്റ് ട്രൈ ഇറ്റ്, ഇറ്റ്സ് വെരി നൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് മൗസി. ഈ പെട്ടിയിട്ടുണ്ട് കേട്ടോ, ഇത് ഉള്ളിലേക്ക് പോകണില്ല. ഇവിടെ ഇത്രയും ഡിഫറൻസ്, ഇവിടെ ഇത്രയും ഡിഫറൻസ്. ഇത് ഉള്ളിലേക്ക് പോയില്ലെങ്കിൽ ഫ്ലൈറ്റിൽ കയറ്റില്ല അവർ. ഈ പെട്ടി കളാസായി ഇപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ചെന്നിട്ട് ഇന്നലെ ഈ 2 പെട്ടി, ഇത് 4000 രൂപയ്ക്ക് കിട്ടി എനിക്ക് ഈ 2 സെറ്റ്. പക്ഷേ ലൂലുവിൽ ഇത് വിൽക്കുന്നത് 4000-ന്, 3999. ഞാൻ ഓൺലൈൻ ഫ്ലിപ്കാർട്ടിൽ ചെക്ക് ചെയ്തപ്പോൾ 3143. എൻ്റെ സിസ്റ്റർ എന്നിട്ട് ചെക്ക് ചെയ്തപ്പോൾ. സാധാരണ ഞാനിത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈവൻ ദുബായിലും അതെ, ലൂലു ഓൾവേസ് സെൽസ് തിങ്സ് ഓവർ പ്രൈസ്ഡ്. സെയിം പ്രൊഡക്റ്റ് യു ഗെറ്റ് ഇൻ കാർഫോർ. ഇപ്പോൾ അത് ജുമാൽ മജീദിന് ഇതിപ്പോൾ ഇതില്ലാന്ന് തോന്നുന്നു, കാർഫോർ ഇല്ലാന്ന് തോന്നുന്നു. ബട്ട് യെസ്, കാർഫോർ അല്ലെങ്കിൽ വേറെ നെസ്റ്റോ ആയിക്കോട്ടെ, അവിടെയൊക്കെ ആയിക്കോട്ടെ, അവിടെ വില കുറവാണ്. ബട്ട് ലൂലു, ജസ്റ്റ് ബിക്കോസ് ദ ട്രസ്റ്റ് ഓഫ് പീപ്പിൾ, they actually sell you overpriced, and Lulu knows this, that അവരുടെ ഇതിന് ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റ് ഉണ്ടാക്കിയെടുത്താണ്. പക്ഷേ ഇറ്റ്സ് നോട്ട് നൈസ്. എന്ന് വെച്ചാൽ 700-800 രൂപയുടെ ഡിഫറൻസിൽ അവർ 50% സെയിൽ എന്ന് പറഞ്ഞിട്ട് സെയിം പ്രോഡക്റ്റ് വെൻ യു ഗെറ്റിംഗ് ഓൺ ഓൺലൈൻ 3143, യു ആർ സെല്ലിങ് ഇറ്റ് ഫോർ 3999. ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് 800 rupees ഡിഫറൻസ്. ഗൈസ്, നമ്മളിന്ന് ഫാമിലി ആയിട്ട് നാളെ ഞാൻ രാവിലെ പോകുള്ളൂ. രാവിലെ എന്ന് പറഞ്ഞാൽ രാത്രി ഇറങ്ങും 2 മണിക്ക്. ഇപ്പോൾ സമയം 8 മണിയാവാറായി. അപ്പോൾ നമ്മൾ മന്തി ചെന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഫാമിലിയൊപ്പം. പിന്നെ മമ്മിയും പെങ്ങളും പിന്നെ എൻ്റെ നീസും നെഫ്യും, ചെറിയ നീസും നെഫ്യും. ബാക്കി വലിയ നീസും നെഫ്യും അവർ പോയി, അവരുടെ ജോലിയുണ്ട് പിന്നെ പഠിപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ മാത്രം. ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് എയർ ഇന്ത്യയുടെ ഒരു മെസ്സേജ് വന്നു, യുവർ ഫ്ലൈറ്റ് മേ ബി ഡിലേഡ് ഓർ ക്യാൻസൽഡ് ആൻഡ് യു ക്യാൻ ബുക്ക് ദ ടിക്കറ്റ് ഫോർ ഫ്രീ ഫോർ ഫ്യൂച്ചർ ഡേറ്റ്സ് എന്നും പറഞ്ഞിട്ട്. കാരണം ഡൽഹിയിൽ ഫോഗിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷേ മേ ബി എന്നാണ് പറഞ്ഞത്, അത് ഉറപ്പായിട്ടില്ല. അപ്പോൾ ഞാൻ ഇക്സിഗോന്നാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ വിളിച്ചു നോക്കിയപ്പോൾ അവർക്ക് അങ്ങനത്തെ ഇൻഫർമേഷനൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും പോണതിന് മുമ്പ് ഒന്ന് ചെക്ക് ചെയ്തോളാം പറഞ്ഞു, 1 മണിക്കങ്ങാണ്ട്. ഇതാണ് ഇവിടുത്തെ മോസ്റ്റ് ഫേമസ് അൽ ഹുബാബ മന്തി ആൻഡ് ഗ്രിൽസ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ ആവനെല്ലാവരും വന്നിട്ട് ഇവിടെ കഴിച്ചു നമ്മൾ. നല്ല അടിപൊളിയാണ് ഇവിടെ. ഇപ്പോൾ കുഴിമന്തി പല സംഭവങ്ങളുണ്ട്. ഇതെന്താണ് സൂപ്പാസ്, എന്താണ് പിന്നെ അതെന്താ തൈര, മയോനീസ്. അവരോട് ഒരെണ്ണം കൂടി ചോദിക്കേ. മക്കളെ വന്ന് ഇവർ ഫുള്ള് കോഴിയാട്ടത്. എൻ്റെ അപ്പോൾ ഗൈസ്, നാളെ നമ്മൾ പോണുണ്ട്. എൻ്റെ പെങ്ങളുടെ വക ഇന്ന് ഒരു പാർട്ടി, മമ്മിയുടെ വക ഇന്ന് മമ്മിയുടെ വക ഒരു പാർട്ടി. നമ്മളെല്ലാവരും ഇന്ന് എല്ലാമേ താങ്ക് യു ടാ. ഒരു ഉമ്മ നീക്കി തന്നില്ലല്ലോ ഉമ്മ. ഓ ഗൈസ്, അങ്ങനെ ഭക്ഷണം കഴിഞ്ഞ് നമ്മുടെ ഉമ്മയുടെ വക ഇതായിരുന്നു ഫുള്ള്. ഭക്ഷണം കഴിഞ്ഞ് നമുക്ക് 1, 2, 3, 4, 5 പിന്നെ ആഴ്ചനെ കണക്കാക്കിയിട്ട് കാര്യമില്ല. അവരുടെ തീറ്റാന്ന് പറഞ്ഞാൽ വെള്ളം കുടിയാണ് ഫുള്ള്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കൊന്നും അധികം കഴിയില്ല. പക്ഷെ നമ്മൾക്ക് 4 പേർക്കും എന്നിട്ടും ബാക്കി വന്നല്ലേ. എത്ര 640? 650 രൂപയായിരുന്നു ഒരു ഫുള്ള് കോഴിക്ക്. പ്ലസ് റൈസ് എത്ര വേണം വെച്ചാൽ നമ്മൾ കഴിക്കാൻ. സോ ഇറ്റ് വാസ് എ ഗുഡ് ഫുഡ്, വി എൻജോയ്ഡ്. വീട്ടിൽ വന്നിട്ട് പാക്കിങ്. ഓഹ് എന്താ ബൈക്ക് മോനെ, 440 സ്ക്രാം.
440 സ്ക്രാം റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ. ഇതിനൊക്കെ നല്ല വില ഉണ്ടാവില്ലേ? എൻ്റെ കാലെത്തൂല ഇതിൽ, ദാറ്റ്സ് ഫോർ ഷുവർ. നല്ല അടിപൊളി ലുക്ക് കേട്ടോ. പക്ഷേ ഈ വണ്ടിക്കുണ്ടല്ല മറ്റേ ഇല്ല, പുഷ് സ്റ്റാർട്ട് മാത്രമേ ഉള്ളൂ. മറ്റേ കാല് വെച്ച് സ്റ്റാർട്ട് ചെയ്യണ സംഭവമില്ല ഇവിടെ. ഇത് കണ്ടോ, കാല് വെച്ച് സ്റ്റാർട്ട് ചെയ്യണ സംഭവമില്ല. ഗൈസ് ഫൈനലി ഞാൻ ഇപ്പോൾ എയർപോർട്ടിലെത്തി. ഇറ്റ്സ് 5 മണിയായി ഇപ്പോൾ ഓൾമോസ്റ്റ്. നമ്മുടെ നാട്ടിൻ പ്രദേശത്തും ഊബർ കിട്ടോട്ടാ. ഞാൻ ഊബറിലാണ് ഞാൻ വന്നത്. ഓക്കെ, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലെൻലിനെസ് ബൈ ഇൻ്റർനാഷണൽ ലെവൽ സത്യം ഡൽഹി എയർപോർട്ടിനേലും 100 times ബെറ്റർ. ദ വേ they have kept the airport is amazing. ഇപ്പോഴും കുറേ ഡെവലപ്മെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ. ആൻഡ് ഇറ്റ്സ് റിയലി എക്സ്പാൻഡിങ് വെരി ഫാസ്റ്റ്. ഞാൻ ആദ്യം വന്നപ്പോൾ അങ്ങനെ ഒരു ടെർമിനൽ ഉണ്ടായിരുന്നു, ടെർമിനൽ 1. ടെർമിനൽ 2 ഉണ്ട്, ടെർമിനൽ 3 ഉണ്ട്. ഇറ്റ്സ് റിയലി ഗുഡ് ടു സീ യുനോ കൊച്ചി എയർപോർട്ട് ഇത്രയും വലുതായി വരുന്നു. അങ്ങനെ തിരക്കൊന്നുമില്ല ആക്ച്വലി. ഇന്ന് വളരെ ഈസി ആയിട്ട് നമ്മൾ വന്നു. നമ്മളുടെ ചെക്ക് ഇൻ കഴിഞ്ഞു, സെക്യൂരിറ്റി ചെക്ക് ഇൻ കഴിഞ്ഞു. ഇത് കണ്ടില്ലേ, നമ്മുടെ ദുബായിൻ്റെ എയർപോർട്ടിൻ്റെ തിളക്കം തന്നെ. ഒരു കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ ദിസ് ഈസ് ഗോയിങ് ടു ബി വൺ ഓഫ് ദി ബെസ്റ്റ് എയർപോർട്ട്സ്, ഐ എം ഷുവർ. ഡൽഹി എയർപോർട്ടിൽ ആ കാർപ്പറ്റ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുവരെ മാറിയിട്ടില്ല. 10-30 കൊല്ലമായി നിന്നു ആ കാർപ്പറ്റ്. സെയിം ഞാൻ ജനിച്ചപ്പോൾ മുതൽ കാണുന്ന കാർപ്പറ്റാണ്. പിന്നെ ഇവിടുത്തെ ഈ നമ്മുടെ ഈ വെയിറ്റിംഗ് ഏരിയ കണ്ടില്ലേ, സോഫ കുഷ്യനുള്ളതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോഫാസ് ഉണ്ട്. നമ്മുടെ ഫ്ലൈറ്റിൽ പിന്നെ ഇതൊന്നുമില്ല, എന്താ പറയുക, സ്ക്രീൻസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇന്നലെ നെറ്റ്ഫ്ലിക്സിൽ നിന്ന് ഒരു 5-6 സിനിമ ഡൗൺലോഡ് ചെയ്തു. ഫ്ലൈറ്റ് 3.5 മണിക്കൂറിന് ഇവിടുന്ന് ഡൽഹിക്ക്, കേരളത്തിൽ നിന്ന്. എന്നുവെച്ചാൽ ദുബായിനേലും കൂടുതൽ ടൈം എടുക്കും. ബട്ട് ഐ ഹാവ് ഡൗൺലോഡഡ് 6 മൂവീസ് നെറ്റ്ഫ്ലിക്സിൻ്റെ, അതിരുന്ന് കാണാം. പിന്നെ ഞാൻ ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് ഡിജി യാത്രയിൽ എൻ്റെ ബോർഡിംഗ് പാസ് ഇട്ടുകൊണ്ട് വളരെ ഈസി ആയിരുന്നു. എനിക്ക് ലൈനിലൊന്നും നിൽക്കേണ്ടി വന്നില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ട്രാവൽ ചെയ്യുന്ന വെച്ചാൽ ഡിജി യാത്ര ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ചെയ്താൽ മതി. നമ്മൾ നാട്ടിൽ നിന്ന് ഇറങ്ങി മഴ പെയ്ത്. ഞാൻ നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫ്ലൈറ്റിൽ വന്നു. ഇപ്പോൾ ഇവിടെ മഴ തുടങ്ങി, നല്ല മഴ. ഞാൻ ആ മഴ മിസ് ചെയ്തു. ഷാറൂഖിൻ്റെ ഡാന്യൂബ് സോൾഡ് ഔട്ട് ഓൺ ലോഞ്ച് ഡേ. റിസ്വാൻ, പലരും എയർ ഇന്ത്യനെ പറ്റിയിട്ട് വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണ് പറയാറ്. പക്ഷേ ഞാനിപ്പോൾ എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ കുറേ നാൾ കഴിഞ്ഞ് കയറിയത്. ഇത് പുതിയ ഫ്ലൈറ്റാണ്. ആൻഡ് ഐ ക്യാൻ സീ ദ സീറ്റ്സ് ആർ സോ ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് കംഫർട്ടബിൾ.
ഗായ്സ് ഫൈനലി നമ്മൾ ഡൽഹി എയർപോർട്ടിലെത്തി. ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾക്ക് തണുപ്പിൻ്റെ നല്ല ഫീലിംഗ് കിട്ടുന്നുണ്ട്. 4 ഡിഗ്രിയാണ് ഇവിടെ. നാട്ടിൽ നമ്മൾക്ക് 23 മുതൽ 31 ഡിഗ്രീസ് വരെയായിരുന്നു. എൻ്റെ 2 ബാഗും വന്നു. നമുക്ക് ഊബർ പിടിച്ച് പോകണം. രാവിലെ വീട്ടിലില്ല, അവൻ ചിലപ്പോൾ രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം വരും, പറയാൻ പറ്റില്ല. ഫൈൻ, ലെറ്റ്സ് ഗോ. എന്താണെന്ന് അറിഞ്ഞില്ല, ഊബറിൻ്റെ ഭയങ്കര തിരക്ക് ഇവിടെ ലൈൻ. ഇൻ ഡൽഹി എവറി സ്ട്രീറ്റ് ഡോഗ് ഈസ് എ പെറ്റ്. ഇവിടെ പട്ടികൾക്ക് യാതൊരു പ്രശ്നമില്ല. ഇത് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്, കണ്ടില്ലേ?